ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് റിച്ച് ആക്കിയാലോ. കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. വില കേട്ടാൽ കുറച്ച് റിച്ച് തന്നെയാണ്. കിലോയ്ക്ക് 600 രൂപ. കുറച്ചെടുത്ത് റോസ്റ്റ് ചെയ്തു, ബാക്കി എടുത്ത് ചെറിയൊരു ബിരിയാണി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കൊഞ്ച് ബിരിയാണി, റിച്ചാക്കി പറഞ്ഞാൽ പ്രോൺസ് ബിരിയാണി. ഫിഷ്, ക്രാബ്, ചിക്കൻ, ബീഫ് അങ്ങനെ പല ബിരിയാണികൾ വെച്ചിട്ടുണ്ടെങ്കിലും ഇത് ആദ്യത്തെ പരീക്ഷണമാണേ. അപ്പോൾ കുറച്ച് പാചകവും ഒക്കെ ആയിട്ട് നമുക്ക് തുടങ്ങിയാലോ. ഇതിൽ ഞാൻ പുതിന ഇലയോ മല്ലി ഇലയോ ഒന്നും ചേർത്തിട്ടില്ല, ബിക്കോസ് ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. ചാനലിൻ്റെ പേര് പോലെ തന്നെ മൊത്തത്തിൽ ഇതൊരു ഇംപെർഫെക്റ്റ് ക്രിയേഷനാണ്. ജീരകശാല റൈസ് നോക്കി പോയിട്ട് കിട്ടിയത് ഈ റൈസ്. കൊഞ്ചാണെങ്കിൽ ഫ്രിഡ്ജിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. വല്ല മഴയോ കാറ്റോ വന്നാൽ കറണ്ട് അതിൻ്റെ പാട്ടിന് പോവും. പിന്നെ ഇതിരുന്ന് ചീത്തയാവുകയും ചെയ്യും. ഏതും പോരാഞ്ഞിട്ട് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയ സാധനം വെറുതെ പോയി എന്ന് പറഞ്ഞ് അമ്മായും തുടങ്ങും. പിന്നെ കുറേ നാളത്തേക്ക് അതാവും പറച്ചിൽ. സോ ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. എല്ലാം പെർഫെക്റ്റ് ആയാലും എങ്ങനെയാ, കുറച്ചൊക്കെ ഇംപെർഫെക്ഷൻസ് ഒക്കെ വേണ്ടേ. എന്നാൽ നമുക്ക് ബിരിയാണിയിലേക്ക് വരാം. അരിയൊക്കെ കുറച്ച് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചേക്കണം. അത് കഴുകിയെടുത്തിട്ട് കുറച്ച് സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടെ നേരത്തെ സെറ്റാക്കി വെച്ചേക്കണം. നെയ്യിൽ സ്പൈസസ് ഒക്കെ ഇട്ട് ഒന്ന് ചൂടാക്കി അതിലേക്ക് അരിയും ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് അരി നമുക്ക് വേഗം വയ്ക്കാം. ഉപ്പിടാൻ മറക്കല്ലേ, ഞാൻ എപ്പോഴും മറക്കുന്ന കാര്യമാണ് ഈ ചോറിനകത്ത് ഉപ്പിടുന്ന കാര്യം. പിന്നെ കുറച്ച് ഉള്ളിയും മുന്തിരിയും കശുവണ്ടിയും ഇതെല്ലാം വറുത്തെടുത്ത് മാറ്റി വെച്ചേക്കണം. അരി 2 വിസിലാവുമ്പോൾ ഓഫ് ചെയ്യാം. അരി വേകുന്നത് നോക്കി വെറുതെ അങ്ങനെ നിൽക്കേണ്ട. ആ സമയം കൊണ്ട് അരിഞ്ഞു വെച്ച സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടെ സൺഫ്ലവർ ഓയിലിൽ ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴണം കേട്ടോ. പിന്നെ അതിലേക്ക് മസാലകളൊക്കെ ചേർക്കാം. ബിരിയാണി മസാല, ഗരം മസാല, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, കൂടെ നമ്മുടെ കൊഞ്ചും എല്ലാം കൂടെ ഒന്ന് വേകട്ടെ. എന്നിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ. ഉള്ളി നന്നായിട്ട് വഴലുവാണെങ്കിൽ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുവേ. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാ. അപ്പോൾ ചോറൊക്കെ വേവായി കഴിഞ്ഞിട്ട് നമുക്കിവനെ ദമ്മിടാം. അപ്പോൾ ഞാനിട്ടത് നമ്മുടെ ചോറിൻ്റെ ലെയറായിരുന്നു ഫസ്റ്റ്. അപ്പോൾ കുറച്ച് ഗീയൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ചോറിൻ്റെ ഒരു ലെയറാക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ച് മുന്തിരിന്നും കശുവണ്ടിന്നും ഉള്ളിന്നും കുറച്ച് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മസാല ഇട്ടു, അതായത് നമ്മുടെ കൊഞ്ച്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി ചോറിട്ടു. പിന്നെ അതിൻ്റെ മുകളിൽ വറുത്ത് വെച്ചിരുന്ന മുന്തിരിയും കശുവണ്ടിയും ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് സെറ്റായിട്ട് ഡെക്കറേറ്റ് ചെയ്തു. വേണമെങ്കിൽ കുറച്ച് നമുക്ക് എസൻസും കൂടി ഒഴിക്കാം കേട്ടോ. ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സലാഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണിക്കൊരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് സാഫ്രൺ പച്ച പാലിൽ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒഴിക്കാം. ഫുഡ് കളർ വേണമെങ്കിൽ ഒഴിക്കാം, പക്ഷെ ഞാൻ അത് അത്രയ്ക്ക് അങ്ങോട്ട് പ്രിഫർ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ നോർമൽ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി ഒഴിച്ചാലും മതി. കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ബിരിയാണിയൊക്കെ സെറ്റായ സ്ഥിതിക്ക് അച്ചാറും കുറച്ച് സലാഡും ഒക്കെ കൂട്ടി നമുക്ക് ബിരിയാണിയും കഴിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തേ കേട്ടോ. പണ്ടൊക്കെ വീട്ടിലോ അയൽപക്കത്തോ ഒക്കെ എന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ പാചകം ചെയ്യുന്നവർക്ക് ഉപ്പ് കൊണ്ട് നടന്നിട്ടുണ്ട്, വേറെ പണിയൊന്നും ചെയ്യാൻ പറയാതിരിക്കാൻ വേണ്ടി. അതൊക്കെ ഒരു കാലം. അവിടെ നിന്നാ ഇപ്പോൾ ഞാൻ ബിരിയാണി വരെ എത്തി. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.